ഏത് സംസ്ഥാനത്താണ് കുളു താഴ്വര സ്ഥിതി ചെയ്യുന്നത്? ഡൽഹി, ഹിമാചൽ പ്രദേശ്, തമിഴ്നാട്, ഗുജറാത്ത്. ഹിമാചൽ പ്രദേശാണ് ശരിയായ ഉത്തരം. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നേതാവ് ആരായിരുന്നു? ടി.കെ. മാധവൻ, പി.ടി. ചാക്കോ, അയ്യങ്കാളി, പട്ടം താണുപിള്ള. ടി.കെ. മാധവനാണ് ശരിയായ ഉത്തരം. പുതുതലമുറയ്ക്ക് ഉദാത്ത മാതൃക എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആര്? ജവഹർലാൽ നെഹ്റു, വിൻസ്റ്റൺ ചർച്ചിൽ, ആൽബർട്ട് ഐൻസ്റ്റീൻ, ഐസക് ന്യൂട്ടൻ. ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ശരിയായ ഉത്തരം. ശ്രീകുമാർ ഏത് തൂലികാനാമത്തിലാണ് അറിയപ്പെട്ടിരുന്നത്? ഉറൂബ്, ആശാമേനോൻ, വിലാസിനി, നകുലൻ. ആശാമേനോൻ ആണ് ശരിയായ ഉത്തരം. 1911 ഏത് സംസ്ഥാനത്താണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് തലസ്ഥാനമാക്കിയത്? ഉത്തർപ്രദേശ്, കേരളം, ഡൽഹി, ഗുജറാത്ത്. ഡൽഹിയാണ് ശരിയായ ഉത്തരം. കേരള പോലീസ് അക്കാദമി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട്, തിരുവനന്തപുരം. തൃശ്ശൂരാണ് ശരിയായ ഉത്തരം. താഴെ പറയുന്നവയിൽ ആരെയാണ് ലോക് നായിക് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്? ജയപ്രകാശ് നാരായണൻ, സി അച്യുതമേനോൻ, ബാലഗംഗാധര തിലകൻ, പട്ടം താണുപിള്ള. ജയപ്രകാശ് നാരായണനാണ് ശരിയായ ഉത്തരം. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അമ്പലപ്പുഴ, ധർമ്മശാല, കോവളം, പീച്ചിയാണ് ശരിയായ ഉത്തരം. ഏത് ഭാഷയിലാണ് സാരേ ജഹാംസെ അച്ഛാ എന്ന ഗാനം ആലപിച്ചിട്ടുള്ളത്? ഉറുദു, ഹിന്ദി, ബംഗാളി, സംസ്കൃതം. ഉറുദു ആണ് ശരിയായ ഉത്തരം. കേരളത്തിൽ ആദ്യത്തെ ടെക്നോ പാർക്ക് സ്ഥാപിക്കപ്പെട്ട സംസ്ഥാനം ഏത്? തൃശ്ശൂർ, കൊല്ലം, എറണാകുളം, തിരുവനന്തപുരം. തിരുവനന്തപുരമാണ് ശരിയായ ഉത്തരം. UGC ഫുൾ ഫോം എന്താണ്? യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ, യൂണിവേഴ്സിറ്റി ഗ്രേറ്റ് കമ്മീഷൻ, യൂണിവേഴ്സിറ്റി ഗ്രേറ്റ് കമ്മീഷൻ. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷനാണ് ശരിയായ ഉത്തരം. ബാലസാഹിത്യകാരൻ താഴെ പറയുന്നവയിൽ ആരാണ്? ജോസഫ് മുണ്ടശ്ശേരി, കുഞ്ഞുണ്ണി മാഷ്, കാരൂർ നീലകണ്ഠപിള്ള, സുഗതകുമാരി. കാരൂർ നീലകണ്ഠപിള്ളയാണ് ശരിയായ ഉത്തരം. നീതി ആയോഗിൻ്റെ ചെയർമാൻ ഏത് പദവിയിലുള്ള ആളാണ്? മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി, ഗവർണർ, രാഷ്ട്രപതി. പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിൻ്റെ ചെയർമാൻ. സംക്ഷേപ വേദാർത്ഥം പ്രസിദ്ധപ്പെടുത്തിയ വർഷം ഏതായിരുന്നു? 1772, 1872, 1900, 1800. 1772 ശരിയായ ഉത്തരം. കേന്ദ്ര ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നത് ഏത് നികുതിയിൽ നിന്നാണ്? മദ്യനികുതി, എക്സൈസ് നികുതി, കെട്ടിട നികുതി, വാഹന നികുതി. എക്സൈസ് നികുതിയാണ് ശരിയായ ഉത്തരം. ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് ബാങ്കുകൾ ദേശസാൽക്കരിച്ചത്? നരേന്ദ്രമോദി, ജവഹർലാൽ നെഹ്റു, മൻമോഹൻ സിംഗ്, ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയാണ് ശരിയായ ഉത്തരം.